നിങ്ങൾ പറ അച്ഛാ, ഞാൻ ആത്മാർത്ഥമായിട്ടാണോ നിങ്ങൾക്ക് ചെയ്തു തന്നത്? ഞാൻ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടോ? എന്റെ തട്ടിപ്പെന്ന് പറഞ്ഞ് ആൾക്കാർ മുഴുവൻ പറഞ്ഞു നടക്കുമ്പോ നിങ്ങൾ പറ, ഞാൻ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ടോ? 3, 1.5, 4 ലക്ഷം രൂപ കോടതി വേണമെങ്കിൽ ഞങ്ങൾ ഒന്ന് സത്യം സത്യം തന്നെ പറയും. ഇവര് സത്യം അവര് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, 1 രൂപ ഞാൻ ആരോടെങ്കിലും മേടിച്ചിട്ടുണ്ടോ? എന്റെ വരുമാനത്തിൽ നിന്ന് ചെയ്യുന്നേ. പിന്നെ എന്തിനാ എല്ലാവർക്കും വിഷമം? ഞാൻ ആരോടും മേടിക്കാതെയാണ് ചെയ്യുന്നത്. ഹായ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയതിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അച്ചായനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ ടോണി അച്ചായനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. അച്ചായനെ അങ്ങ് വലിച്ച് കീറി വല്ലാതാക്കുവാണ് ഇപ്പം എല്ലാവരും കാണിക്കുന്നത്. കാര്യം ഒരു നിസ്സാര ഒരു കാര്യമാണ്. ഇതാണ് മനുഷ്യരുടെയൊക്കെ ഒരു കുഴപ്പം. എത്ര നന്മ ചെയ്താലും, ഒരു 100 നന്മ ചെയ്താൽ അതിൽ 101ാമത്തെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ അത് ഉയർത്തിപ്പിടിക്കുന്നവരാണ് മനുഷ്യരെന്ന് പറയുന്നത്. അല്ലാതെ ആ 100 നന്മകളെപ്പറ്റി ആരും പറയുകയില്ല. ആ ഒരു ചെറിയൊരു കാര്യത്തെപ്പറ്റി ആയിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ വന്നേക്കുന്നതെന്ന് വെച്ചാൽ ലൈഫിൻ്റെ ഒരു പദ്ധതിയെ പറ്റിയുള്ളൊരു വീടിൻ്റെ ഇതാണ് വന്നേക്കുന്നത്. അതിനെപ്പറ്റി ഒരു വീഡിയോ വന്നേക്കുന്നു. അത് തന്നെ അച്ചായനും ചെയ്തിട്ടുണ്ട്. അതാണ്. പക്ഷേ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ വീടിനെ പറ്റി അവരിപ്പോൾ നല്ലപോലെ അവർ തന്നെ പറയുന്ന അഭിപ്രായങ്ങളുണ്ട്. അവർ പറയുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്നാന്നുള്ളത്. നമുക്ക് തന്നെ അറിയാം. 4.5 ലക്ഷം രൂപയോ അത് 3 അത്രയും കണ്ടാന്ന് തോന്നുന്നു ലൈഫിൻ്റെ പദ്ധതിയായിട്ട് കൊടുക്കുന്നത്. അവർക്ക് സ്ഥലം സർക്കാരിൽ നിന്ന് കൊടുത്തു. അതുപോലെ തന്നെ അത്രയും ആ ഒരു ഇതുകൊണ്ട് ഒരു സാധാരണ ഒരു ചോർച്ചയില്ലാത്തൊരു വീട് തട്ടിക്കൂട്ടാം എന്ന് പറയാം. പക്ഷേ എന്നാലും ഇപ്പോഴത്തെ സാധനങ്ങളുടെ വില വെച്ച് അതുപോലെ ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പൈസ ഇറക്കിയേ പറ്റുള്ളൂ. ആ സഹായമാണ് അച്ചായൻ ചെയ്തത്. അച്ചായൻ അത് 3.5 ലക്ഷം രൂപ ആ മേസ്ത്രിയുടെ കയ്യിലും കൊടുത്തു, 1 ലക്ഷം രൂപ അവരുടെ കയ്യിലും കൊടുത്തു. അത് നല്ല വ്യക്തമായിട്ട് അച്ചായൻ അവരോട് തന്നെ പറയുന്നുണ്ട്. അവരത് ഏസും വെക്കുന്നുണ്ട്. അതിൻ്റെ അവരെ ആ വീട്ടിലോട്ട് കൊണ്ടുവന്ന വീഡിയോ അതൊക്കെ കാണിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അവർക്ക് അതിനെപ്പറ്റി അറിയത്തില്ല, ഏതോ ഷോർട്ട് വീഡിയോ എടുക്കുന്നതിന് വേണ്ടി എടുത്താന്ന് പറഞ്ഞായിരിക്കും അവർക്ക് പൈസ കൊടുത്തിട്ട് എന്തോ ചെയ്താന്നൊക്കെ പറഞ്ഞു. എത്രയാണെന്ന് പറഞ്ഞാലും നമ്മൾ എന്നാണെന്നാലും ഇപ്പോൾ ഒരു 10-15 വയസ്സ് കഴിഞ്ഞുള്ള പിള്ളേർ തൊട്ടാണെങ്കിലും എന്നാ കാര്യത്തിന് പൈസ ഉണ്ടെങ്കിലും ഇല്ലേലും പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുന്നുണ്ട് എല്ലാവരും, ഇല്ലേ? അപ്പോൾ അങ്ങനെയുള്ള അവരെ ഇങ്ങനെ ഒരു കോമാളിയാക്കാനായിട്ട് അവർ സമ്മതിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സഹായിക്കുന്നവർ സഹായിക്കട്ടെ. നമ്മളെ കൊണ്ട് ഒരു ചെരുപ്പ് പോലും ഒരാളെ കൊണ്ട് മേടിച്ച് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ സഹായിക്കുന്നവർ സഹായിക്കട്ടെ. നീ ഓരോ കാര്യങ്ങളും നമുക്ക് കാണുമ്പോഴത്തേക്ക് അച്ചായൻ ചെയ്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് ജപ്തികൾ, ഓരോ വീട്ടിലെ പട്ടിണിക്ക് കിടക്കുന്നവർക്ക് അവർ കൊണ്ട് ഫുഡ് എത്തിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരു സാധനങ്ങൾ തന്നെയാണ് നമ്മളൊരു വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. ആ ഒരു വീഡിയോസ് നിങ്ങളെ കാണിക്കാം. ഒരു വീട്ടിൽ ചെന്ന് കാണിക്കുന്നതിൻ്റെ ആ ഫുഡ് സാധനങ്ങൾ മേടിച്ച് കൊടുക്കുന്നതിൻ്റെ ആ ഒരു വീഡിയോ കാണിക്കാം. അത് കണ്ടതിന് ശേഷം ഞാൻ ഒരു കാര്യം നിങ്ങളോട്, അതിലാർക്കെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യത്തോട് അഭിപ്രായ യോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ് എന്ന് പറയാം. അതാണോ വീട്? നിങ്ങൾ ഇത്രയും പേര് ഈ ചെറിയ വീട്ടിൽ ഈ മല കയറിയാണോ മക്കളെ നിങ്ങൾ വരുന്നത്? അമ്മച്ചി കിടക്കുന്ന കട്ടിൽ കണ്ടോ? നിങ്ങൾ തന്നെ ചിന്തിച്ച് ഒട്ടി പൊളിഞ്ഞിരിക്കുക. സത്യം പറഞ്ഞാൽ വേറൊന്നും വേണ്ട, ഒരു കട്ടിലെങ്കിലും ഈ പാവം കൊണ്ട് മേടിച്ചു കൊടുത്തിരുന്നു. ഇടിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി തൂണ് വെച്ചിരിക്കുന്ന കഷ്ടം. കഞ്ഞി, കുറച്ച് മോര് കറി. ഇത് ബാത്റൂമോ? ഇവിടെ നിന്നാണ് ഇവർ കുളിക്കുന്നത്? അവിടെ പാമ്പുണ്ടോ? നിങ്ങൾ പെണ്ണുങ്ങൾ കുളിക്കുമ്പോൾ മോളിൽ നിന്ന് കുറെ പേര് കല്ലെറിയുന്നു. കഷ്ടം. ഒരു ബാത്റൂം ഇല്ല, ഫുഡില്ല, ചോറിന്റെ വലിയ കട്ടിലെ കിടക്കുന്നു. ഇവർ ഇങ്ങനെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. നിങ്ങൾ അതിനെങ്കിലും ഒന്ന് സമ്മതിക്കൂ. കല്ല് പറഞ്ഞ് ഈ പാവങ്ങൾ കുളിക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നാണമില്ലേ നിങ്ങൾക്ക്? ഒന്നും ഇല്ലാന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ഫുഡ് കഴിച്ചില്ലാന്ന് പറഞ്ഞില്ലേ? അച്ചാൻ കൊണ്ടുവന്നു, മനസ്സിലായി? ഈ മക്കൾക്ക് മേടിച്ച് കൊടുക്കുക. 4 ലക്ഷം രൂപയുടെ ചെക്ക് ഉണ്ട്. ഇതുകൊണ്ട് നിങ്ങൾ ജീവിക്കും. നിങ്ങൾ ജീവിച്ച് കാണിക്കും. നിങ്ങളൊക്കെ എന്റെ സ്വന്തമാണ് എല്ലാവരും, മനസ്സിലോ? മക്കളും നിങ്ങളും എല്ലാം സ്വന്തമാണ്. കൊണ്ടടാ ചെങ്കടോ, പോവാ. ഇത് അച്ചായൻ അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സഹായമാണ്. ആ പൈസ കൊടുക്കുന്നു, ആ സാധനം മേടിച്ചു വെക്കുന്നു. നമുക്ക് ആ സാധനത്തിൻ്റെ കാര്യം നമ്മളൊരു വീട്ടിലോട്ട് തന്നെ, നമ്മുടെ സ്വന്തം വീട്ടിലോട്ട് തന്നെ സാധനങ്ങൾ മേടിക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ, ഓഹ് എന്നാ വിലയാ, ഇത്രയും രൂപ മുടക്കിയിട്ട് ഒന്നുമില്ല വീട്ടിലേക്ക് സാധനം മേടിച്ചിട്ട് എന്ന് നമ്മൾ പറയാറില്ലേ? നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് നമുക്കൂടെ കഴിക്കാൻ വേണ്ടി മേടിക്കുന്ന സാധനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ആ പറയുന്നത്. നമ്മൾ കടയിൽ പോയാൽ ഇത്ര രൂപ കൊണ്ട് പോയാൽ 1000 രൂപ കൊണ്ട് പോയി, ഇല്ലെങ്കിൽ 2000 രൂപ കൊണ്ട് ഒന്നുമില്ല, വീട്ടിലോട്ട് ഒന്നും മേടിച്ചായിട്ട് പോലും തോന്നുന്നില്ല എന്ന് പറയും. നമുക്ക് വെളിച്ചെണ്ണയുടെ വില തന്നെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളറിയാം. അങ്ങനെയുള്ളിടത്തേക്കാണ് ഒരു ബന്ധവും ഇല്ല. അവരെ കൊണ്ട് ഇദ്ദേഹത്തിന് ഒരു ഗുണവും കിട്ടാനും പോകുന്നില്ല. കാര്യം അദ്ദേഹത്തിന് ആകെപ്പാടി ഈ ഒരു വീഡിയോയുടെ ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ. ആ ഒരു ഇതിലൂടെ അദ്ദേഹം കൊണ്ടു കൊടുക്കുന്ന അത്രയും സാധനങ്ങൾ, ആ ഇത് എത്ര രൂപയുടെ സാധനങ്ങൾ, അതൊന്ന് ചിന്തിച്ചാൽ പോരെ. ഒരു നേരത്തെ പട്ടിണി മാറ്റാൻ അദ്ദേഹത്തെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെ ഒരു പുണ്യമല്ലേ? ഓരോരുത്തർക്ക് സഹായം ചെയ്യുന്നു, ജപ്തി ഒഴിവായി കൊടുക്കുന്നു, പിള്ളേരുടെ വിദ്യാഭ്യാസം, കല്യാണം, അങ്ങനെ വീട് വെച്ച് കൊടുക്കുന്നു, ഇങ്ങനെ എന്നെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ പറയില്ല, ഇത്രയും നന്മകൾ ചെയ്തിട്ട് ഒരു ചെറിയ ലൈഫിൻ്റെ ഒരു പ്രശ്നത്തിനെ പറ്റിയാണ് ഇത്രയും വിഷയങ്ങളായിരിക്കുന്നത്.
അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട്, നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്, ഹൈപ്പും കൂടെ ചെയ്യണേ. അപ്പം ഇവർ അത്രയും ആ ലൈഫിൻ്റെ ഒരു വിഷയമാണ് ഇത്രയും പ്രശ്നമാക്കി എടുത്തേക്കുന്നത്. ആ പ്രശ്നമാക്കി എടുത്തേക്കുന്നത് അത് ഞാൻ പറ്റും ഇപ്പോൾ പഞ്ചായത്തിൽ നിന്നൊരു കാര്യം ചെയ്ത് കൊടുക്കുന്നു, അതിലെടുക്കുമ്പോഴത്തേക്ക് ഈ അച്ചായൻ്റെ പേര് ഒരിക്കലും അവരുടെ വീഡിയോയിൽ അവർ ഉൾപ്പെടുത്തത്തില്ല. കാര്യം ആ വീഡിയോയുടെ ഇൻട്രോ തന്നെ നമുക്കറിയാം, ലൈഫ് പദ്ധതിയോട് കൂടി 1 മണിക്കൂറിൽ ഇത്ര ഇത് എന്നും പറഞ്ഞൊക്കെയാണ് അതിന് ഇൻട്രോ വന്നേക്കുന്നത്. അത് നിങ്ങളെ കാണിച്ചു തരാം വീഡിയോ. അത്രയും പറയുന്നിടത്ത് അവർ അതിൻ്റെ ഇടയ്ക്ക് വന്നിച്ച് പറയുമോ ടോണി അച്ചായൻ ഇതിനകത്ത് പൈസ തന്നിട്ടുണ്ടെന്ന് അവരൊരിക്കലും പറയല്ല. ആ വീട്ടുകാർ പറഞ്ഞാൽ പോലും അത് എഡിറ്റിങ്ങിലൂടെ കട്ട് ചെയ്ത് പോത്തേ ഉള്ളൂ. ആ ഒരു വിഷയമാണ് ലൈഫിലൂടെ കിട്ടിയ വീട്. ആ വീട് കണ്ടാൽ തന്നെ അറിയത്തില്ലേ ലൈഫിലൂടെ കിട്ടിയാൽ അത്രയും ഭംഗിക്കൊരു വീട് പണിയാൻ പറ്റുമോ? ആ വീടിൻ്റെ അകം എല്ലാം ഇനി കാണിക്കാൻ ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാകും ഒരു കാര്യം. ഇനിയിപ്പോൾ അത് തന്നെ അവർക്ക് ലൈഫിലൂടെ കിട്ടിയിട്ടുണ്ട്. ആ മനുഷ്യനതൊരു 50,000 രൂപ മുടക്കിയിട്ടുണ്ടെങ്കിലും അതൊരു പുണ്യമായിട്ടല്ലേ കാണേണ്ടത്, അതൊരു നല്ല കാര്യമായിട്ടല്ലേ പറയേണ്ടത്. അതിന് ഇത്രയും നെഗറ്റീവ് അച്ചായൻ ഏതാണ്ട് ക്രിമിനൽ കുറ്റം ചെയ്ത മാതിരിയാണ്, എന്നതോ കൊലപാതകം ചെയ്ത മാതിരിയാണ് ഓരോരുത്തരുടെ പറച്ചിൽ കേട്ടാൽ. അച്ചായനെ പോലീസ് അറസ്റ്റ് ചെയ്തു, അച്ചായനെ ഇപ്പോൾ പിടിച്ചുകൊണ്ട് പോയി, എന്നതൊക്കെയാണോ പറയുന്നതെന്നറിയാം. ഒരു കാര്യം എത്ര നന്മ ചെയ്താലും അവസാനം ഒരു ചെറിയ പ്രശ്നം വന്നിട്ടല്ലോ, ഇതാണ് മനുഷ്യരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പലരും മുന്നോട്ടിറങ്ങി ആരെ സഹായിക്കാൻ ഇറങ്ങാത്തത്. കാര്യം ഉള്ളതുകൊണ്ട് അവൻ്റെ വീട്ടിൽ കിടക്കാമെന്ന് വിചാരിക്കും. എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇറങ്ങി? ഇപ്പോൾ ഈ മനുഷ്യൻ ഒരു നിമിഷമാണെങ്കിലും അദ്ദേഹം ശരിക്കും മാനസികമായിട്ട് തളർന്നിട്ടുണ്ട്. ഒരു നിമിഷത്തേക്കാണെങ്കിലും ഞാൻ ഇത്രയും ചെയ്ത് എൻ്റെ കയ്യിൽ ഇത്രയും പൈസ കൊടുത്തിട്ട് എനിക്ക് ഇങ്ങനെയാണല്ലോ അനുഭവം ഉണ്ടായെന്ന് ഓർത്തിട്ട് നമുക്ക് ആ ലൈഫിൻ്റെ ഇതിനെപ്പറ്റി പറയാൻ നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാമേ. 10 മിനിറ്റിൽ ഒരു വീട് ഉയരുന്നൊരു പദ്ധതിയുണ്ട്. അതായത് മണിക്കൂറിൽ 6 വീട്, ഒരു ദിവസം ശരാശരി 152 വീടുകളാണ് ഉയരുന്നത്. ആ പദ്ധതിയുടെ പേരാണ് ലൈഫ്. ശരിക്കും കേരളത്തിലെ ഭവനരഹിതർക്ക് ഒരു ആശ്വാസമാണ് ലൈഫ് പദ്ധതി. ഈ ലൈഫ് പദ്ധതിയിലെ ഗുണഭോക്താക്കളെ നേരിൽ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് യാത്ര നടത്തുന്നത്. എന്റെ പുറകിൽ കാണുന്ന വഴി കയറിപ്പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വഴിയാണ്. ഈ വഴിയിൽ താമസിക്കുന്ന, അതായത് അവിടെ വീട്ടിൽ താമസിക്കുന്ന ഒരു ചേട്ടനുണ്ട്, കാല് വയ്യാത്ത ചേട്ടനാണ്. ആ ചേട്ടന് ഒരു വീട് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് നേരിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വഴി നമ്മൾ കയറി പോകുന്നത്. ഇവിടെ എത്ര നാളായിട്ട് ജീവിക്കുന്നു? ഇവിടെ എന്റെ ഭർത്താവ് 50 വർഷം കൊണ്ട് താമസിക്കണം. ഞാൻ വന്നിട്ട് 30 കൊല്ലം കഴിഞ്ഞു. ഓ, കാല് വയ്യാതായത് നേരത്തെ? അല്ല, 5 വർഷം കഴിഞ്ഞു. 5 വർഷമായിട്ട്. 5 വർഷമായിട്ട് ഈ വഴിയിൽ ഇങ്ങനെ നടക്കുകയാണ്, ഇറങ്ങി ഇരുന്ന് ഇറങ്ങിയാണ് പോണത്. വീടിന്റെ പണി ഏതുവരെ എത്തി? വീടിന്റെ പണി പൂർത്തിയാവാറായി. ഇപ്പൊ ഏത് സ്റ്റേജിലാണ്? പൂശ കഴിഞ്ഞു? പൂശിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ വീട് വെച്ച സ്ഥലം ഞാൻ പഞ്ചായത്തിൽ നിന്ന് കിട്ടി, പിന്നെ ബ്ലോക്കിൽ നിന്ന് എനിക്ക് ഭൂമിക്ക് കിട്ടി. അങ്ങനെ ചെയ്ത് വെച്ച് ഇനി പാല് വെച്ചാറായി. അത് ഒരു സന്തോഷം തന്നെ. ഇല്ല, നമ്മൾ 2 പേരേ ഉള്ളൂ. ഇപ്പൊ ടാർപ്പാള ഒരാള് 5000 രൂപ തന്നുകൊണ്ട് അത് വാങ്ങിച്ച് കെട്ടി. നമുക്ക് വരുമാനമൊന്നുമില്ല, ആരും തരാനുമില്ല. അപ്പോൾ എനിക്ക് കിട്ടി. അത് സന്തോഷമായിട്ട് അതിലേക്ക് കിടക്കാൻ പോകും. സന്തോഷമായിട്ട് ചെന്ന് കിടക്കാൻ. ഈ മുരുകൻ ചേട്ടന്റെ വീടിനകത്തേക്ക് വണ്ടി വരും. ഈ മണൽ കിടക്കുന്നതുകൊണ്ടാണ് അകത്തേക്ക് ഇറക്കാൻ പറ്റാത്തത്. ഇതിനകത്തേക്ക് വരുന്നത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. മുരുകൻ ചേട്ടൻ അവിടെ നിന്ന് വണ്ടി ഇറങ്ങി വരുന്നത് ഇങ്ങനെ നോക്കുന്നുണ്ട്. വീടിന്റെ ഉള്ളിലേക്ക് വണ്ടി, കാർ വന്നിറങ്ങുന്ന അവസ്ഥയിലുള്ള വഴിയുള്ള ഒരു സ്പേസിലാണ് ഇപ്പോഴത്തെ വീട് നിൽക്കുന്നത്. ആ വീടിന്റെ പണി അവസാന ഘട്ടത്തിലേക്ക് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ട് മുരുകൻ ചേട്ടന്റെ കൂടെ വന്നതാണ്. അവസാന ഘട്ട പണികൾ വിലയിരുത്തുമ്പോൾ മുരുകൻ ചേട്ടൻ മുഖത്തുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ. ഇത്രയും ഇൻട്രോ ഒക്കെ പറഞ്ഞു വന്നേച്ച് അതിനകത്ത് ടോണി അച്ചായൻ്റെ പേര് പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഒരിക്കലും പറയല്ല. അവരുടെ ആ ഒരു പദ്ധതിയെ പറ്റിയാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനകത്ത് ടോണി അച്ചായൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഇവർക്ക് ബാക്കി ചെയ്തു കൊടുത്തത്, വീട് ഇത്ര സെറ്റപ്പാക്കി കൊടുത്തതെന്നൊന്നും അവർ പറയത്തില്ല. അത് ചിന്തിക്കാനുള്ള ബോധം പോലും ഇല്ലാതാണ് അദ്ദേഹത്തെ നെഗറ്റീവ് പറഞ്ഞ് ഇങ്ങനെ മോശക്കാരനാക്കുന്നത്. നമുക്ക് ടോണി അച്ചായൻ ആ വീടിനകമൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്തൊരു വീടിനകം ഒന്നും അങ്ങനെ കാണിക്കില്ല, അതിന് പണിയൊക്കെ നടക്കുന്നതൊക്കെ കാണിക്കുന്നുള്ളൂ. ആ വീടിനകമൊക്കെ കാണുന്നുണ്ട്. അതിനകത്തോട്ട് നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. അതിനകത്ത് ടൈലും കാര്യങ്ങളും ഒക്കെ കിടക്കുന്നത്. നമ്മൾ ഒരു കൊച്ചു വീട് വെച്ചിട്ടുള്ളവർക്കാണെങ്കിലും അതിനകത്ത് ടൈലും മേടിക്കാൻ പോകുന്നതിൻ്റെ എടുക്കുന്നതിൻ്റെയൊക്കെ കുറച്ചെങ്കിലും കാര്യങ്ങൾ അറിയാത്തവർ കാണുകയില്ല. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 31ാമത്തെ വീടാണ് നമ്മൾ പണിതിരിക്കുന്നത്. കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്താണ്, തിരുവനന്തപുരം കാട്ടാക്കടയാണ് ഇത്. ഈ ചേട്ടനാണ് ഈ മേല കുടിയിലാണ് താമസിക്കുന്നത്. ഇവർ ഒരു 5 കിലോ അരി ഏതോ പള്ളിയിൽ നിന്ന് കിട്ടുന്ന അരി കൊണ്ടാണ് ഇവർ ഒരു മാസം തള്ളി നിൽക്കുന്നത്. ഇവരെ നോക്കാനോ അന്വേഷിക്കാനോ ഇതുവരെ ഇവിടെ ആരും വന്നിട്ടില്ല. ഞാൻ എന്നാ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു കുഞ്ഞു വീട് വേണം, അത് സഹായിക്കും. ഇനി അടുത്ത വരവിൽ നമ്മൾ നല്ലൊരു വീട്ടിൽ ഇവർ കയറി താമസിക്കുന്നത് കാണും. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എന്നാണ് ഈ കുടിയിൽ നിന്ന് മോചനം കിട്ടുകയാണ് അല്ലേ? എനിക്ക് നിങ്ങളെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ പുതിയ ഡ്രസ് ഇട്ട് നല്ല മിടുക്കലായിട്ട് വേണം. സ്നേഹത്തോടെ സന്തോഷത്തോടെ താക്കോല് മേടിച്ച് ഞാൻ തുറന്നാണല്ലോ. സന്തോഷമായില്ല വീട് കണ്ടപ്പോൾ. ഇത് നമുക്ക് ഒരു മുറി അടുത്ത മുറിയിലേക്ക് പോകാം. എന്നെ കൊണ്ട് പറ്റാത്ത നല്ലൊരു പാർട്ടി കെട്ടോ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്. ഇനി അടുത്ത വിശേഷമായിട്ട് വരുന്ന ബൈ ബൈ അച്ചായൻസ് വേൾഡ്. ഞാൻ നിങ്ങളുടെ സ്വന്തം
ഈ ഒരു വീഡിയോയ്ക്കാണ് പറഞ്ഞേക്കുന്നത് ഏതോ ഷോർട്ട് വീഡിയോ എടുക്കുമെന്നും പറഞ്ഞിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ് എന്നൊക്കെ പറഞ്ഞു. അവർ ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലാതെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഷോർട്ട് വീഡിയോ എടുപ്പിച്ചാണോ ഇല്ലെന്നൊക്കെ. അങ്ങനെയൊക്കെയാണ് മറ്റ് ചാനലിനകത്തൊക്കെ വന്ന് റിയാക്ട് ചെയ്യുന്നവരുടെ വീഡിയോക്കകത്തൊക്കെ വന്നിട്ടുള്ളത്. ഇത് കൂടുതൽ സായിയാണ് കേട്ടോ. ഇത് ആദ്യമേ എടുത്തുകൊണ്ട് വന്നത് സായിയാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. സായി എന്ന് പറഞ്ഞാൽ സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞ ചാനൽ, അതിനകത്ത് വേണം ഇത് ആദ്യമേ ഇങ്ങനെ ഈ ഇദ്ദേഹത്തിൻ്റെ കാര്യം ഇത്രയും ഒരു ഇതായിട്ട് ഇദ്ദേഹം ഭയങ്കര എന്നെ എളിമയോട് കൂടി സംസാരിക്കുന്നു. ഭയങ്കര എളിമ. ഞാൻ ചോദിക്കുന്നത്, ഒരു മനുഷ്യൻ പാവങ്ങളുടെ ഇടയ്ക്കലൊക്കെയാണ് ചെല്ലുന്നത്, അവിടെ ചെന്ന് ജാട കാണിച്ചല്ല നമ്മൾ സംസാരിക്കേണ്ടത്, എളിമയോട് കൂടി തന്നെയാണ് സംസാരിക്കുന്നത്. എളിമയുള്ളിടത്തെ പണ്ടുള്ളവർ പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട്, താണുന്നിടത്തെ നീരോടു അവിടെ ദൈവം തുണയേകുമെന്ന് പറഞ്ഞ മാതിരി അദ്ദേഹം എളിമയോട് കൂടി നിൽക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിലേക്ക് ആൾക്കാർ വീണ്ടും വീണ്ടും സഹായം ചോദിച്ച് ചെല്ലുന്നത്. അദ്ദേഹം ഭയങ്കര ദേഷ്യക്കാരനും ഭയങ്കര ഇതായിട്ട് നിൽക്കുന്ന ഒരുത്തനാണെങ്കിൽ ഒരു സാധാരണക്കാരൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അടുക്കാൻ മടിക്കും. അത് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഈ എളിമയോട് കൂടി തന്നെ പെരുമാറും. അതൊക്കെയാണ് ഒരു കുറ്റമായിട്ട് കാണുന്നത്. ഒരു മനുഷ്യനെ എളിമയുള്ളതും കുറ്റമായിട്ട് കാണുന്നു. ഇത് അവരുടെ വീട്ടിൽ ചെന്ന് അവരോട് ചോദിക്കുന്നതാണ് ഈ ഒരു പ്രശ്നം നടന്നതിന് ശേഷം ഉള്ള കാര്യങ്ങളാണ്. ഒരിക്കലും ഇത് അവരെ കൊണ്ട് ഷോർട്ട് വീഡിയോ ചെയ്യിപ്പിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയോ? എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞോണ്ടിരിക്കുന്നു. ഞാൻ തട്ടിപ്പുകാരല്ലേ? നിങ്ങൾ പറയില്ല. നിങ്ങളുടെ ഒറ്റ കേസിൽ ഞാൻ തട്ടിപ്പുകാർ. 40 വീട് കൊടുത്താൽ ഞാൻ മണ്ടൻ. 1.5 ലക്ഷം നിങ്ങൾക്ക് തന്നു, 3 ലക്ഷം രൂപ മേസ്തിരിക്കും തന്നു. ആണോ? 4 ലക്ഷം രൂപ തന്നു നിങ്ങൾക്ക് വീട് പണിതോ? അത് ഞാൻ തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടോ? ടൈലിടണ്ട, വേറെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ടൈലിടാനാണോ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? നിങ്ങളെ വൃത്തിയായിട്ട് തന്നെ ടൈലും ജനലും അടിപൊളിയാക്കി പെയിന്റ് ചെയ്ത് നിർത്താനാണോ ഞാൻ പറഞ്ഞത്? എന്തിനാ പിന്നെ എല്ലാവരും എന്നെ വേട്ടയാടുന്നത്? പിന്നെ നിങ്ങളെ ആരോ പഞ്ചായത്തിൽ നിന്ന് വന്ന് ഇന്റർവ്യൂ എടുത്തപ്പോൾ നിങ്ങൾ അച്ചായൻ തന്നു എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞിരുന്നു. ആ വീഡിയോ നിങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ എന്താ അവിടെ സംഭവിച്ചത്? എന്റെ വീഡിയോ വരാത്ത അവർ കട്ട് ചെയ്ത് കളഞ്ഞു. അവർ കട്ട് ചെയ്ത് കളഞ്ഞു. അത് തന്നെയാണ് നിങ്ങൾ അത് ചോദിക്കുന്നു. 4 ലക്ഷം രൂപയ്ക്ക് ഇത്രയും നല്ലൊരു വീട് തീരുവോ? തറ കെട്ടി കൊടുത്ത് തറ തീർന്നിരിക്കുന്ന സമയത്താണ് ഞാൻ വന്നത്. തറ കെട്ടി ഇത്രയും മനോഹരമായ ഒരു വീട് പണിത് ഇവർക്ക് ഞാൻ കൊടുത്തു. 4 ലക്ഷം രൂപ, അതായത് 1 ലക്ഷം ഇവർക്കും 3 ലക്ഷം മേസ്തിരിക്കും കൊടുത്ത് 4 ലക്ഷം രൂപയ്ക്ക് ഈ വീട് തീർന്നു. അത് ടൈല് പോലും വേണ്ടാന്ന് ഉദ്ദേശിച്ചെടുത്ത് ഞാൻ പറഞ്ഞു ടൈലും കൂടെ വേണമെന്ന് പറഞ്ഞ് നല്ല വൃത്തിയായിട്ട് തന്നെ ഞാൻ ഈ വീട് പണിത് കൊടുത്തു. ആ വീട് പണിത് കൊടുത്തതിന്റെ പേര് ഞാൻ കേൾക്കുന്ന വിമർശനങ്ങൾ എന്താ വെച്ചാൽ എന്നിട്ട് വേട്ടയാടുവാണ് എന്നിട്ട് സെക്രട്ടറി വന്ന് പഞ്ചായത്തിൽ നിന്ന് വന്ന് പറയുന്ന വാക്കുകളിൽ അച്ചായൻ പണിത് തന്നാണ് ഈ വീടെന്ന് പറയുന്നത്. അപ്പൊ ആ ഭാഗം മാത്രം കട്ട് ചെയ്തു. അപ്പം 3 ലക്ഷവും 1 ലക്ഷവും തന്ന ഞാൻ മണ്ടൻ അല്ലേ? നമ്മൾ ഇത് പണിത ഒരു മേസ്തിരി ഇല്ലേ? മേസ്തിരി അങ്ങനെ വിളിക്കണ്ടേ? നിങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ. ചേട്ടൻ വന്നേ, ചേട്ടൻ വാ. ചേട്ടാ, ഈ വീട് പണിത് ചേട്ടനാണ്. മൊത്തം പണിത് ചേട്ടൻ തന്നെയാണ്. തറ കെട്ടി കിടന്ന വീട്ടില് മൊത്തം ഇവർക്ക് ഞാൻ 1.5 കൈ കൊടുത്തു. അത് ഇവർ തന്നെ പറയുന്നു. ചേട്ടന് ഞാൻ 3 തന്നു. നല്ല രീതിയിൽ തന്നെ ടൈല് വിട്ട് നല്ല വീട് പണിയണമെന്ന് നോക്കി. ഇത് കൂടെ എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഞാൻ ഇവിടെ തെറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് സത്യം തെളിയിക്കണം. എന്നായാലും ദൈവം സത്യം തെളിയിക്കും. ഇപ്പൊ സത്യം തെളിഞ്ഞിരിക്കുന്നു. ഇനി എനിക്ക് സന്തോഷത്തോടെ പോകാമല്ലോ. ഓർക്കുക, നിങ്ങൾ ഇങ്ങനെയുള്ള കുറെ യൂട്യൂബേഴ്സ് കാണും. സമൂഹത്തിൽ ചെയ്യാനുള്ളവർക്കും കൂടെ ചെയ്യാൻ പറ്റാതെ പോവാണ്. നിങ്ങൾക്കറിയാം, ഞാനും സൂരജും കൂടെയാണ് ആ ഈ വീഡിയോ സ്റ്റാർട്ടിങ് ചെയ്തത്. കംപ്ലീറ്റ് ചെയ്ത് വീട് പണിത് കൊടുത്തു ഞാൻ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾക്ക്, അതായത് മുന്നോട്ട് പല കാര്യങ്ങളും സമൂഹത്തിൽ ചെയ്യാനുള്ളതും കൂടെ ഈ യൂട്യൂബേഴ്സ് ഇങ്ങനെ ഇടുന്നതുകൊണ്ട് നശിക്കുകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എപ്പോഴും എന്നോട് ആവശ്യപ്പെടും, അച്ഛാ ഞാൻ എന്താ തരേണ്ടത്? ഞാൻ ഒന്നും എനിക്ക് തരണ്ട. എന്റെ വരുമാനത്തിൽ നിന്ന് ഞാൻ മാറ്റി വെച്ച് ചെയ്തോളാം. അത് 100% ഗ്യാരണ്ടി ഞാൻ ചെയ്യും. പക്ഷേ നിങ്ങൾ എനിക്ക് ചെയ്യണം. ഇതുപോലെ എന്നെ വിമർശിക്കുന്നവരുടെ വീഡിയോ ലിങ്ക് എടുത്ത് നിങ്ങൾ അവരെ റിപ്പോർട്ട് അടിക്കണം. ഈ ഒറ്റ ഇതിന്റെ പേര് വിമർശനങ്ങൾ കേട്ടോ വിഷമിച്ചവനാണ് ഞാൻ. കാരണം ഞാൻ മണ്ടനായി. ഇത്രയും വീടുകൾ പണിത് ഇത്രയും പേർക്ക് നല്ല കാര്യങ്ങൾ അന്നദാനം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്ത്, അല്ലെങ്കിൽ ജപ്തി ഒഴിവാക്കി, അല്ലെങ്കിൽ വിദ്യാഭ്യാസ ചെലവ്, അല്ലെങ്കിൽ കല്യാണങ്ങൾ നടത്തി കൊടുത്താൽ ഞാൻ വെറും മണ്ടനായി. നിങ്ങൾ പറയാ ഞാൻ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾക്ക് ചെയ്തു തന്നത്? ഞാൻ എന്തെങ്കിലും കള്ളത്തിന് കാണിച്ചിട്ടോ? എന്നെ തട്ടിപ്പെന്ന് പറഞ്ഞ് നാട്ടുകാർ ആൾക്കാർ മുഴുവൻ പറഞ്ഞു നടക്കുമ്പോൾ നിങ്ങൾ പറ, ഞാൻ ചെയ്തിട്ടുണ്ടോ? 4 ലക്ഷം രൂപ ഇവർ സത്യം അവർ പറഞ്ഞതാണ് വീഡിയോയ്ക്ക്. ആ വീഡിയോയ്ക്ക് അത് അവർ കട്ട് ചെയ്ത് കളഞ്ഞു. കഷ്ടം. ഇതാണ് ഇതിന്റെ എഗ്രിമെന്റ്. അതായത് ഇവർക്ക് മേസ്തിരിക്ക് 3 ലക്ഷം കൊടുത്തതും ഇവർക്ക് 1 ലക്ഷം കൊടുത്തത്, ഇവർക്ക് 1 ലക്ഷം കൊടുത്തു, കൂടാതെ 3 ലക്ഷം കൊടുത്തതിന്റെ കൂടെ എഗ്രിമെന്റ് ആണ് ഇത്. ഈ എഗ്രിമെന്റും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവും. ഒരിക്കലും ഞാൻ കള്ളത്തരം കാണിക്കില്ല. അച്ഛൻ കള്ളത്തരം കാണിക്കുന്ന കാര്യമില്ല. അച്ഛൻ ഒന്നും ഇല്ലായ്മ തുടങ്ങിയതാണ്. കാശ് മുഴുവൻ ഞാൻ പാവം മാറ്റി വെച്ചതാണ്. ഇനിയും ചെയ്യും. ആരൊക്കെ തടഞ്ഞാലും ചെയ്യും. എന്നെ തടയാൻ പറ്റുന്ന ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ആദ്യം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്ത കാണുന്നവരെ ബൈ ബൈ. എത്ര വിഷമത്തോടുകൂടിയാണ് അറിയാം അദ്ദേഹം സംസാരിക്കുന്നത്. നമുക്കത് കേൾക്കുമ്പോൾ അറിയാം കേട്ടോ. ഒരുപാട് ഇത്രയും സഹായങ്ങൾ ചെയ്ത് നമ്മളൊരു 10 രൂപയൊക്കെ കൊടുത്തേച്ച് നമുക്ക് അതിനൊരു നന്ദികേട് ഇതായിട്ട് നമുക്ക് വരും. നമുക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാകും. ഈ ഒരു കാര്യത്തിന് ഞാനിപ്പോൾ രേണുസുധീർ ഒരു കാര്യം കൂടെ ഇതിനിടയ്ക്കൊന്ന് പറയണം കേട്ടോ. രേണുവിനെ വിമർശിക്കുന്നവർ ഒരുപാട് പേരുണ്ടല്ലോ. ബിഷപ്പിൻ്റെ കാര്യം പറഞ്ഞു, ഫിറോസിൻ്റെ കാര്യം പറഞ്ഞു, ഒക്കെ രേണുവിനെ നന്ദിയില്ലാത്തവളോ മറ്റവളോ മറിച്ചവളോ എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്നവർക്ക് എന്ത് യോഗ്യതയാണ് ഈ അച്ചായനെ പറയാനുള്ളതെന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. എന്ത് യോഗ്യതയാണ് ഈ അച്ചായനെ പറയാനായിട്ടുള്ളത്? ഈ രേണുവിനെ അത്രയും വിമർശിക്കുന്നവർക്ക് ഒരിക്കലും ഈ അച്ചായനെ പറയാൻ യാതൊരു യോഗ്യമില്ല. അങ്ങനെയാണെങ്കിൽ രേണുവിനെ അവർക്കൊന്നും പറയേണ്ട കാര്യമില്ല. ആ മനുഷ്യൻ ഇത്രയും നന്മകൾ ചെയ്തിട്ട് ആ മനുഷ്യനെ ഒരു ചെറിയ കാര്യത്തിന് അദ്ദേഹം പൈസ മുടക്കിയിട്ടുണ്ട്, ഇല്ലെന്നല്ല. എന്നിട്ട് അതിൻ്റെ പേരിലിട്ട് ഇങ്ങനെ ഒരുമാതിരി കൊലപാതകം ചെയ്ത മാതിരിയിട്ടാണ് ആ മനുഷ്യനായിട്ട് ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര കൊടിയ ക്രിമിനൽ, വലിയ കള്ളക്കടത്തൊക്കെ ചെയ്ത് എന്ന് പറഞ്ഞ മാതിരിയുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലുള്ള രാജ്യദ്രോഹ കുറ്റം ചെയ്ത മാതിരിയൊക്കെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മോശമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്നതിനാണ് നടത്തുന്നത്? നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. പറ്റുന്നവർ ചെയ്യട്ടെ. ഇദ്ദേഹത്തിൻ്റെ
സഹായം നോക്കിയിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കത് പ്രയോജനപ്പെടട്ടെ, അതും കൂടി ഇല്ലാതാക്കാതെ ആ മനുഷ്യനെ മാനസികമായിട്ട് തകർക്കാതെ പാവങ്ങൾ ജീവിച്ചു പോട്ടെ എന്ന് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. അദ്ദേഹം ഇന്ത്യൻ പോട്ടെ, എളിമയോട് കൂടിയോ അദ്ദേഹം വീഡിയോ ഇട്ട് റീച്ച് ആകുന്നെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് മറ്റുള്ളവരെ സഹായിക്കുന്നത്. അല്ലാതെ ആരുടെയും കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച് മേടിച്ചോ ആരുടെയും കയ്യിൽ നിന്ന് ചോദിച്ചു മേടിച്ചോ കൊണ്ടുള്ള കാര്യങ്ങളും കൊണ്ടല്ല. അതൊന്നും മനസ്സിലാക്കുക. അച്ചായൻ പറയുന്ന ഈ ഒരു കാര്യം കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. അദ്ദേഹം പറയുന്ന കാര്യം കറക്റ്റാണ്. ഈ ഒരു പറയുന്ന ആരുടെ സഹായം കൊണ്ടല്ല അദ്ദേഹം ഇത് ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, 1 രൂപ ഞാൻ ആരോടെങ്കിലും മേടിച്ചിട്ടുണ്ടോ? എന്റെ വരുമാനത്തിൽ നിന്ന് ചെയ്യുന്നേ. പിന്നെ എന്തിനാ എല്ലാവർക്കും വിഷമം? ഞാൻ ആരോടും മേടിക്കാതെയാണ് ചെയ്യുന്നത്. എന്റെ വരുമാനത്തിൽ നിന്ന് ഞാൻ ചെയ്യുന്നത്. നാളെ ചെയ്തില്ലെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ആത്മാർത്ഥമായിട്ട്, ഇത് മാത്രമല്ല ജപ്തി, അതുപോലെ വീട് പണി, അതുപോലെ വിദ്യാഭ്യാസം, അന്നദാനം ഉൾപ്പെടെ കല്യാണം, ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ. ഇതിൽ നാളെ നിർത്തണമെങ്കിൽ ഇവര് പറഞ്ഞു തന്ന പള്ളയുടെ പേര് ഞാൻ നിർത്തേണ്ട കാര്യമുണ്ടോ? ഈ കോടിക്കണക്കിന് ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ലേ? പിന്നെ ഇവർക്കൊക്കെ ഭക്ഷണം കഴിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എന്റെ നാട്ടിൽ 400 പേർക്ക് അന്നദാനം കൊടുക്കുക. അവർക്ക് വേണ്ട അവിടെ വന്ന് സൂക്ഷ്മമായിട്ട് കഴിച്ചിട്ട് പോ. അതിന്റെ പേര് എന്നെ ഉപദ്രവിക്കാൻ വരണ്ട. കാരണം എന്തിനാ? ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഈ അവസാനം പറഞ്ഞ വാക്ക് പലർക്കും നൊന്ത് കേട്ടോ. കാര്യം അച്ചായൻ പറഞ്ഞ് എന്നെപ്പറ്റി നെഗറ്റീവ് പറഞ്ഞ് വിറ്റ് ജീവിക്കേണ്ട ആരും, നിങ്ങൾക്ക് ഇനി ആഹാരം മേടിക്കാനുള്ളതിനാണെങ്കിൽ ഞാൻ അന്നദാനം നടത്തുന്നുണ്ട്, അവിടെ ഒന്ന് കഴിച്ചോളൂ. അത് പലർക്കൊക്കെ കൊണ്ടു. കാര്യം എന്ന് വെച്ചാൽ അത് പറഞ്ഞിട്ടല്ലേ അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അദ്ദേഹത്തിന് അത്രയ്ക്ക് വിഷമമുണ്ടായിട്ട് പറയുന്നതല്ലേ. അത് കേൾക്കാൻ ബാധ്യസ്ഥരാണ്. കാര്യം എന്നാന്ന് വെച്ചാൽ അങ്ങനത്തെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് എല്ലാ മനുഷ്യരും ക്ലിയർ ആയിരിക്കുകയല്ല. എന്തെങ്കിലുമൊക്കെ കാണും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിലേറെ നന്മയുണ്ട് ആ മനുഷ്യനിൽ. അതാണ് ചിന്തിക്കേണ്ടത്. എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഇതൊക്കെ കാണും. എല്ലാ മനുഷ്യരും ഭയങ്കര ക്ലിയർ ആയിരിക്കണമെന്ന് ഒന്നുമില്ല. ക്ലിയർ ആയിട്ടുള്ള ആരും ഇല്ല ഈ ലോകത്ത്. എന്നിട്ട് അദ്ദേഹത്തെ നമ്മൾ തന്നെ എന്നെല്ലാം കുറവുകളുണ്ട്, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, നമ്മൾ മറ്റൊരാളെ നേരെ കൈ ചോദിച്ചു. പണ്ടുള്ള ഞങ്ങൾ സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് ഒരച്ഛൻ പറയുമായിരുന്നു, നമ്മൾ ഒരാളുടെ നേരെ നമ്മൾ കൈ ചൂണ്ടുമ്പം ആ ഒരു വിരലേ അവരുടെ നേരെ പോകുന്നുള്ളൂ, ബാക്കി 3 വിരലും നമ്മുടെ നേരെയാണ് ചൂണ്ടുന്നത് എന്നൊന്ന് ചിന്തിക്കണമെന്നുള്ളത്. എന്ന് പറയുന്നവർ തന്നെ ഈ മനുഷ്യന് നേരെ ഇത്രയും ഒരു മോശമായിട്ട് ഇദ്ദേഹത്തെ ഇട്ടിങ്ങനെ വലിച്ച് കീറുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കുക. ഒന്നും വേണ്ടെന്നേ, അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങൾ കുറച്ചേലും ഒന്ന് ചിന്തിച്ചാൽ മതിയെന്നേ. ഏതെങ്കിലുമൊക്കെ പാവങ്ങളൊക്കെ ജീവിച്ച് പോട്ടെ. നമ്മൾ വെറുതെ ഒരു മനുഷ്യനായിട്ട് ഇങ്ങനെ വെറുതെ കുരിശി കയറ്റുന്ന എന്നത്തിനാണ്? നന്മ ചെയ്യുന്നുണ്ടല്ലോ, അല്ലാതെ ആരെയും ദ്രോഹിക്കുകയല്ലല്ലോ ചെയ്യുന്നത്. നല്ല കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്യുന്നവരെങ്കിലും ചെയ്യട്ടെ. ഇദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിലും പിന്നെ ഫേസ്ബുക്കിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പരൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ ആ നമ്പറിലൂടെ വിളിച്ചാണ് ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അച്ചായൻ എങ്ങനെയാണ് ഇങ്ങനെ ഓരോരുത്തർക്ക് സഹായം ചെയ്യേണ്ടത്, ഇത്രയും ഉള്ളിലോട്ടൊക്കെ ഉള്ളവർക്ക്. അപ്പോൾ അച്ചായൻ പറയുന്നുണ്ട്, എൻ്റെ നമ്പർ എടുത്ത് ഒന്നെങ്കിൽ അവർ തന്നെ വിളിക്കും, ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും വിളിച്ചേച്ച് പറയും, ഇന്നടുത്ത് ഇന്നപോലെ ഒരു കാര്യമുണ്ട്, ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. അതൊരു നല്ല കാര്യമല്ലേ? അങ്ങനെ തേടി പിടിച്ച് അവരുടെ അടുത്ത് ചെന്നല്ലേ അവരെ സഹായിക്കുന്നത്. അല്ലാതെ അവരാരും ഇദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് വന്നാൽ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞല്ലല്ലോ നിൽക്കുന്നത്. എവിടെ മനുഷ്യർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നോ അവിടെ ചെന്ന് അവരെ കണ്ടുപിടിച്ച് അവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു നന്മയല്ലേ ചെയ്യുന്നത്. എന്നാണേലും നിങ്ങൾക്ക് അച്ചായനെ പറ്റി അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിലും നിങ്ങൾക്ക് ഈ അച്ചായൻ്റെ ചാനലിനകത്ത് കയറി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അച്ചായനെ പറ്റിയുള്ള കാര്യങ്ങൾ ഫുള്ളായിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ടോണി അച്ചായൻ്റെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ പറയാൻ വന്നത്. എനിക്കെന്തോ ഇത് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി, ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് റിയാക്ട് ചെയ്ത്. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാമേ.